കറമ്പറ ചിക്കൻ ഉണ്ടോ? ചിക്കൻ തന്നെ അലിഞ്ഞു പോകണ്ടോ? ഇത് സോഫ്റ്റ് നോക്കി കറക്റ്റ് ഉണ്ടാകുന്ന സാധനം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം ഇവിടോട്ട് വെക്കാം വണ്ടിയുടെ ഡാഷിലാണ് കേട്ടോ. അപ്പോൾ എന്നോട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, എന്താടാ ഈ ട്രാവൽ, ഫുഡ്, അതിൻ്റെ കൂടെ വണ്ടികൾ, ഓട്ടോമോട്ടീവ്, ഇത് തമ്മിലുള്ള ഒരു ബന്ധം. അപ്പം ശരിക്കും ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഡ്വാൻസ്മെൻ്റ് ഉണ്ടായത്. പിന്നെ യാത്രകൾ, മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് യാത്രകളാണ്. യാത്രകളിലെ ഏറ്റവും വലിയൊരു കാര്യം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അതായത് പല രാജ്യങ്ങളിൽ, പല കൾച്ചറുകളിൽ പല രീതിയിലുള്ള ഫുഡുകളാണ്, പല ടൈപ്പ് ഫുഡുകൾ, അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മൂന്നും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഒരു ചാനൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫുഡ് എക്സ്പ്ലോറേഷനാണ്. പത്തനംതിട്ടയിൽ ക്ലൗഡ് സിറ്റി ഒരു ഷാക്ക് റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ഷാക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാക്കിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹട്ട് അല്ലെങ്കിൽ ഒരു ടെമ്പററി സ്ട്രക്ചർ എന്നൊക്കെ ഉള്ളൂ. അപ്പം ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ ഇരുന്ന് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റാണ് ഷാക്ക് എന്നുള്ളത്. റിലാക്സ് മൈൻഡിലിരുന്ന് കഴിക്കുക. നമ്മൾ ഗോവൻ ബീച്ചുകളിലൊക്കെ അല്ല, ബീച്ച് ഷാക്സ് എന്ന് പറയും. പൊതുവെ US ആ ഒരു ഏരിയയിലാണ് ഷാക്ക് റെസ്റ്റോറൻറ്റുകൾ വന്നു തുടങ്ങിയത്. ഗോവയിലൊക്കെ ഇഷ്ടംപോലെ ഷാക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബീച്ച് ഷാക്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഷാക്ക് റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഫുഡ് അവിടെ ചെന്ന് നോക്കി കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാൻ എൻ്റെ കൂടെ ജെറിയുണ്ട്, ഞങ്ങൾ എന്നോട് പോകുന്നത്. ഓക്കെ, അപ്പം അവിടെ കാണാം. ശരിക്കും ക്ലൗഡ് സിറ്റി ഷാക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിംഗ് റോഡിലാണ്. അതായത് പത്തനംതിട്ടയ്ക്ക് ഒരു റിംഗ് റോഡുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ റിംഗ് റോഡിൽ സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്ന് മേലെ വെട്ടിപ്പുറം പോകുന്ന റൂട്ടിലാണ് ക്ലൗഡ് സിറ്റി ഉള്ളത്. നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ കാണാം കേട്ടോ, അതാണ് ക്ലൗഡ് സിറ്റി. നമുക്കതിൻ്റെ പാർക്കിങ്ങിലോട്ട് കയറ്റി നിർത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ കണ്ടില്ല, നല്ല സ്പേസ് ഉണ്ട്. അപ്പം അവിടെ നിർത്തിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ക്ലൗഡ് സിറ്റി ഷാക്ക് റെസ്റ്റോറൻറ്റ്. കണ്ടോ, ശരി ഷാക്ക് തന്നെയാണ്. നമുക്ക് ഐ ലവ് പത്തനംതിട്ട എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. റെസ്റ്റോറൻറ്റ് ക്ലൗഡ് സിറ്റിയുടെ ഒരു ബോർഡുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. നല്ല ബെസ്റ്റ് ടൈമാണ്, മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അകത്തോട്ട് കയറാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഷാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി സ്ട്രക്ചർ അല്ലെങ്കിൽ ഹട്ട് എന്നുള്ളതാണ് അവർ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുമാണ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഐഡിയയിലാണ് ഈ ഷാക്ക് റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ കയറുമ്പോൾ നമുക്ക് അവർ തന്നെ ഒരു ബോർഡ് കാണാം, റെസ്പെക്ട് നേച്ചർ. അതല്ലാതെ നമുക്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ തന്നെ ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൃഷി, മുളകുണ്ടോ നിൽക്കുന്നത്, കുടമുളക് കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് വരികയാണെങ്കിൽ അതൊരു ജ്യൂസ് സ്റ്റാൻഡ് അവർ ചെയ്തിട്ടുണ്ട്. ഈ ത്രൂ ഔട്ട് അകത്തോട്ടുള്ള ഡിസൈൻ കാണിക്കുമ്പോൾ വെളിയിലെ ആ ഒരു ഇത് കാണിച്ചു തരാം. കണ്ടോ, നല്ല സെറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മുകളിലൊരു സ്പേസ് ഉണ്ട്, ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളുണ്ട്. അവിടെ നമ്മുടെ ഗ്രിൽ സെറ്റപ്പൊക്കെയാണ്, അവിടെ ഇരിക്കാം. ഇവിടെ നമ്മുടെ കോവിഡ് അതിൻ്റെ ഒരു ചെറിയ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. We take your safety as seriously as our food. Cloud City. നല്ല കലക്കം മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ കിച്ചൺ സ്പേസാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു പോഡിയം പോലൊരു സാധനം ഇവർ ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ളൊരു ഷാക്ക് റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റൈലാണ്. ഇത് പലർക്കും ഇത് അറിയാമെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ആർട്ട് ഫോമുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയൊരു പോഡിയം പോലാണ് ചെയ്തേക്കുന്നത്. നല്ല കലക്കം മഴയായി കേട്ടോ. അൽഫാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് ക്ലിയർ ആവുമെന്നറിയത്തില്ല. ഷാക്ക് റെസ്റ്റോറൻറ്റുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പ്രകൃതി എന്ത് തരുന്നോ അതിങ്ങനെ നമ്മൾ സ്വീകരിച്ച് നമുക്ക്, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മളൊരു അടച്ച മുറിയിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് ഈ ഒരു മഴ കണ്ട് കഴിക്കുന്നതിൻ്റെ ആ ഒരു സുഖമൊന്നും കിട്ടില്ല.
ഈ ഒരു സാധനം കണ്ടോ, അതിന് മണ്ടയ്ക്ക് കയറ്റി ഞാൻ എടുത്തു തരാം കേട്ടോ. അത് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് മേളിൽ ഒരു മജ്ലിസ് സ്റ്റൈലിൽ അവിടെ നിലത്തിരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം, ഗ്രീൻ ചില്ലി ഗ്രിൽഡ്. ഗ്രീൻ ചില്ലി അൽഫാമാണ്. ഇത് പച്ചമുളകിൻ്റെ ഇത് സംഭവം വെച്ചിട്ട് അൽഫാമിൻ്റെ ഹാഫാണ്. അതിൻ്റെ കൂടെ 2 കുബൂസ് വരുന്നുണ്ട്, സാലഡ്, മയോനീസ്. അപ്പം നമുക്കിതിനെ പിടിച്ചു നോക്കാം. ഈ ഷാക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ഇതാണല്ലേ, എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മഴയെങ്കിൽ മഴ, കാറ്റെങ്കിൽ കാറ്റ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാക്ക് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ പറയാം, നമുക്കിത് കഴിക്കാം. നമുക്കൊരു ഡ്രം സ്റ്റിക്കും അതിൻ്റെ കൂടെ ഒരു സൈഡ് പീസ് എടുത്ത് നമുക്ക് തുടങ്ങാം. ഇവിടെ നെപ്പോട് വരുന്നതാണ്, ഫുൾ ബാച്ചാണ്, കുറച്ച് സാലഡ്. നമ്മളിതിൻ്റെ ഒരു കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കൂസ് നമുക്കതല്ലോ ശരിക്കും പറഞ്ഞാൽ കണ്ടായിട്ട് കയറാൻ പറ്റും. ഇവിടെ നെയ്ക്കാനാണല്ലോ. ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൻ്റെ മൈനസ് ഇങ്ങനെ ലൈറ്റായിട്ട് നിൽക്കുക. അതൊക്കെ ഞാൻ നോക്കിയിട്ട് അതിന് മുകളിലേക്ക് ഉണ്ടായി സാലഡ് ഇങ്ങനെ ഓക്കെ സാലഡ് വെച്ചിട്ട് അതിനുണ്ടെങ്കിൽ ഉണ്ടായി ഗ്രീൻ ചില്ലി ചിക്കൻ നല്ല ടെൻഡറാണ് കേട്ടോ. ആദ്യം വെച്ചിട്ട് അതിങ്ങനെ നമ്മൾ ചുരുട്ടണം. ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ ഒരു പരുവാക്കി പൊളി കാണും. കേൾക്കാൻ പോലും കയറുന്നില്ല, മഴ ആയതുകൊണ്ട്. ഇവിടെ നീക്കി വെച്ച് നോക്കാം, കാണാൻ നോക്കണം. ഇപ്പം കേൾക്കാമായിരിക്കും, നല്ല മഴയാണ്. നല്ല മഴയത്ത് ചൂട് അല്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അത് ആ ഗ്രീൻ ചില്ലിയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഭയങ്കര നല്ലതുണ്ട്. അതുകൂടെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നത് ഈ ഒരു കുക്കൂസാണ്. ഭയങ്കര സാധാരണ കിട്ടുന്ന കുക്കൂസ് എന്ന് പറഞ്ഞാൽ ഇതിന് ടൈറ്റ് ആയിരിക്കില്ല, നല്ല സോഫ്റ്റ് ആണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും. ബോംബെ കൂടെ പോലെ നമ്മൾ വായിൽ ഇങ്ങനെ അലിഞ്ഞ് കയറും. അതിനോട് ഈ സാലഡിനകത്ത് ഈ ക്യാപ്സിക്കം, ക്യാരറ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട്. നല്ല ഒരു ക്രഞ്ചി ഫീലുണ്ട്. വായനിങ്ങനെ കറമ്പറങ്ങുന്നു. ചിക്കൻ ഉണ്ടോ, ചിക്കൻ തന്നെ അലിഞ്ഞു പോകണ്ടോ, ഇത് സോഫ്റ്റ് നോക്കി കറക്റ്റ് ടെൻഡർനെസ്സാണ്. ആ ഒരു ദിവസം ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പ്ലേസസ് കാണാം. ഓക്കെ, പോകണോ? ജോലി കഴിക്കണോ? മുണ്ടായിരുന്നു അടിക്കുക. ഒന്നും മോശം പറയാലോ കേട്ടോ. ഞാൻ ഹാഫ് പാസ്വേഡ് പറഞ്ഞിട്ടുണ്ടേ, വീട്ടിൽ കൊണ്ടുവരാം. ഡിന്നർ അടിക്കും, ഡിന്നർ. ഇങ്ങനെ അല്ലാതെ കഴിക്കാം. കുക്കോസും ജസ്റ്റ് മൈനസിൽ മുക്കി ഡയറക്റ്റ് അടിക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കഴിക്കാം. ഭയങ്കര ടെൻഡറാണ് ചിക്കൻ പീസ്. നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് തീർത്തിട്ട് നമ്മൾ കുറച്ച് മൈനസും കുറച്ച് സലാഡും അപ്പോൾ കൊള്ളാമോ? ഫുഡ് കൊള്ളാമോ? ഫുഡ് കൊള്ളാമോ? ഫുഡ് കൊള്ളാമെന്ന് പറയടാ. ജെനുവിൻ അഭിപ്രായം പറ, കേൾക്കട്ടെ നമ്മുടെ. അല്ല, അതിൻ്റെ എക്സാമ്പിളാണ് ഈ പ്ലേറ്റ്. ഞങ്ങൾ ഓരോ കുക്കൂസോട് പറഞ്ഞിട്ടുണ്ട്. ഇത് എക്സ്ട്രാ പറഞ്ഞ കേട്ടോ. സലാഡ് കൊള്ളാം, മയോണൈസും നല്ല സോഫ്റ്റാണ് കണ്ടോ. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, മനുഷ്യൻ്റെ വയറ് മാത്രമല്ല മനസ്സും നിറയ്ക്കാൻ പറ്റണം. അതൊരു ഇമോഷണൽ സാധനമാണ്. പ്ലേറ്റ് കണ്ടില്ലേ, പൊളിയായിട്ട് ക്ലീനാക്കി വെച്ചേക്കുന്നത്. നല്ല ആംബിയൻസ്, മഴയൊക്കെ ലൈറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ പൊളി ഫീൽ. അപ്പോൾ
മഴ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡും കഴിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവർ തന്നെ ഇവരുടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അവരൊരു ജ്യൂസ് പാർലറിനുള്ള പരിപാടികൾ തുടങ്ങി വെച്ചേക്കുവാണെന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും ഇവർ ഓരോ കോട്ട് വെച്ചിട്ടുണ്ട്. റിമെമ്പർ ദാറ്റ് എവരി സിംഗിൾ ഡ്രിങ്ക് യു ക്രിയേറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഒരു എന്ന് വെച്ചാൽ വെൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു യൂത്താണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഐഡിയ വെച്ചിട്ട് അവർ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ലൊരു പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു അവരുടെ മനസ്സ്. നമ്മളൊരു യൂത്ത് എൻ്റർപ്രണർഷിപ്പിനെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ചെറുപ്പക്കാരുടെ കൂട്ടായ സംരംഭമാണ്. അവർ തന്നെയാണ് ഇത് മൊത്തം ചെയ്തതെന്നാണ് പറഞ്ഞത്. ചില്ലറ അല്ലാതെ പുറത്തുനിന്നുള്ള സഹായങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോലും മാക്സിമം അവർ തന്നെ ചെയ്ത് എടുത്തതാണ്. അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ചാൻസ് ഇല്ല കേട്ടോ. ഫുഡ് നല്ല ഒന്നാം തരം ഫുഡായിരുന്നു. അൽപ്പൊളി മുട്ടൻ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം മുമ്പേ നമ്മൾ ഇത് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് മഴ അങ്ങോട്ട് അങ്ങോട്ട് കയറിയത്. കണ്ട, എല്ലാം കൃഷിയാണ്. ഇവിടുത്തെ സീരിയൽ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു കാണാൻ. പക്ഷേ കറണ്ടില്ല, ഇൻവേർട്ടറിൽ അവരത് ഫുൾ ലോഡ് പറ്റത്തില്ല. ഈ ഒരു പാറ്റേൺ ഉള്ളു, ലാൻഡ്സ്കേപ്പിംഗ് പാറ്റേൺ തന്നെ നല്ല ഭംഗിയല്ല ചെയ്തേക്കുന്നത്. അകത്ത് കണ്ടോ, നല്ല രസമല്ലേ, ഭയങ്കര രസത്തിലാണ് ചെയ്തേക്കുന്നത്. അകത്തെ ആ ലൈറ്റിങ്ങും കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഷീറ്റ്സ് ഇട്ടേക്കുന്നതാണെങ്കിൽ പോലും ആ ഒരു മഴയാണെങ്കിലും അകത്തിരിക്കുന്നവർക്ക് മഴ കാണുകയും ചെയ്യാം, എന്നാൽ നനയത്തുമില്ല. ആ ഒരു ട്രാൻസ്പറൻറ്റ് ഷീറ്റ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. മഴയൊക്കെ എൻജോയ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ഷാക്കിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നേച്ചർ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു ടീ ടൈം അല്ലെങ്കിൽ ഒരു കോഫി ടൈപ്പ് സംഭവത്തിനൊക്കെ സൂപ്പറായിരിക്കും ഈ ഒരു ടേബിൾസ്. ഇപ്പം മഴയത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്തായാലും, പക്ഷെ മഴയില്ലാത്ത സമയത്തൊക്കെ നല്ലൊരു സുലൈമാനിയും ഒരു ചെറു കടിയൊക്കെ കടിച്ച് ഇങ്ങനെ റോഡിലേക്ക് നോക്കി ഇരിക്കാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ. അതാ ഒരു കയറൊക്കെ വരഞ്ഞ് പഴയ ഒരു നമ്മുടെ കട്ടിലിൻ്റെയൊക്കെ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. നല്ല രസമായിട്ടാണ് കേട്ടോ ഇവരുടെ കൺസെപ്റ്റ് ഡിസൈനൊക്കെ. ഈ ഒരു നടപ്പാത പോലും ആ ഒരു നല്ലൊരു ഇതിലാണ്. ഞാൻ മുമ്പേ കാണിച്ച ആ ഒരു ക്ലൗഡ് സിറ്റിയുടെ ആ ഒരു പോഡിയത്തിലേക്കാണ് ഈ ഒരു നടപ്പാത കയറി ചെല്ലുന്നത്. ഇവിടെ ഒരു സീറ്റിംഗ്, ലെഫ്റ്റ് സൈഡിലൊരു സീറ്റിംഗ് ഉണ്ട്. പിന്നെ ഈ ഓപ്പൺ സ്പേസ് ഉണ്ട്. ആയിവാ, കറണ്ട് വന്നു തോന്നി. പിന്നെ ഈ ഒരു സ്പേസ് ഉണ്ട്. ഇതാണ് അവരുടെ കുക്കിംഗ് സ്പേസ്. ഓക്കെ, ഇവിടെ നല്ല അൽഫാമിൻ്റെ കുക്കിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു ഹട്ട് സെറ്റപ്പാണ്. നമുക്കതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറിയിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയല്ലേ, ഈ ലൈറ്റ്സ് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഭയങ്കര ഒരു വിഷനോടുകൂടി ചെയ്തേക്കുന്നതാണ് അവർ. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. വിൽ സീ ദിസ്. ഇവിടെ ഒരു വാഷുണ്ട്, അകത്തുള്ളവർക്ക് അകത്തൊരു വാഷുണ്ട്. നമുക്കിതൊന്ന് കയറി നോക്കാം. ഇവിടെ മഴയത്തിരിപ്പ് നടക്കില്ല, പക്ഷേ നല്ലൊരു നല്ല രസമുണ്ട്. നല്ല സേഫായിട്ട് ഇരുന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ഒരു അറേബ്യൻ സ്റ്റൈലിലൊക്കെ അല്ലേ മജ്ലിസ് എന്ന് പറയും അറബ്സ്. അതായത് അവർ നിലത്തിരുന്നാണ് കൂടുതൽ കഴിക്കുന്നത്. അങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കണ്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്പേസാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സമയം തെളിഞ്ഞു വരുന്നു. ലൈറ്റ് കത്ത് ചെയ്ത് കണ്ടോ, നല്ല രസമുണ്ട് ലൈറ്റ് കാണാൻ കേട്ടോ. ആ റൂഫൊക്കെ ഇട്ടിട്ട് ചുറ്റോട് ചുറ്റും ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായി. ഇനിയിപ്പം നമുക്ക് താഴോട്ടിറങ്ങാം. കണ്ടോ, അൽപ്പൊളി അല്ലേ. അൽപ്പൊളി എന്ന് പറഞ്ഞാൽ അൽപ്പൊളി. ഇവരുടെ ഒരു സെർവേഴ്സിൻ്റെ തലയിലൊരു ബ്ലാക്ക് ഹാറ്റ് ഉണ്ട്, ലൈക്ക് മജീഷ്യൻസ്. ശരിക്കും കണ്ടോ, അവിടെ രണ്ടുപേർ നിൽക്കുന്ന അവരുടെ തലയിലും ആ ബ്ലാക്ക് ബിഗ് ഹാറ്റ് ഉണ്ട്. ശരിക്കും അവർ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും മാജിക് തന്നെയാണ്. അതായത് അവരുടെ കയ്യിലാണ് മാജിക് ഉള്ളത്. അവരാണ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അവരുടെ കയ്യിലാണ് എല്ലാം. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്നുള്ള ഒരു ആംബിയൻസ് ഒന്നുകൂടെ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ഐ ലവ് പത്തനംതിട്ട എല്ലാം ഉണ്ടല്ലോ, അതിലൊക്കെ നല്ല ലൈറ്റ്സാണ്. ഐ ലവ് പത്തനംതിട്ട, യെസ്.
ഐ ഡു ലവ് പത്തനംതിട്ട, അതിന് യാതൊരു സംശയമില്ല. പത്തനംതിട്ട നമ്മുടെ സ്വന്തം സ്ഥലമാണ്, നമ്മുടെ പോളി സ്ഥലമാണ്. നമുക്ക് എങ്ങനെ ലവ് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഇതാണ് ക്ലൗഡ് സിറ്റി. ആ ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫുൾ കളർ മാറിയതാണല്ലോ, പൊളിയല്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതിന് വരെ ബൈ ബൈ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. എനിക്ക് ഇവിടുത്തെ ഫുഡ്, ഞാൻ നേരത്തെ വന്ന് ഇവിടെ ഒരു കപ്പ ബിരിയാണി കഴിച്ചു. നല്ല പൊളി കപ്പ ബിരിയാണിയാണ്, ഉച്ച സമയത്താണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചത്. മാത്രമല്ല ഇന്നാണ് ഞാൻ അറിയുന്നത് ഇതൊരു 3 ചെറുപ്പക്കാർ കൂടി തുടങ്ങിയ സംരംഭമാണെന്നുള്ളത്. നമ്മളുടെ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോൾ വി ഷുഡ് സപ്പോർട്ട് ദം. അതിൽ യാതൊരു പിശുക്കും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം സമയം കിട്ടുന്നതനുസരിച്ച് വരുവാ. നല്ല പൊളി ഫുഡാണ്. ഞാൻ കഴിച്ച ഫുഡുകൾ ഞാൻ പറഞ്ഞു, കപ്പ ബിരിയാണിയും ഗ്രീൻ ചില്ലി അൽഫാമും. ഇന്നിപ്പോൾ ഗ്രീൻ ചില്ലി അൽഫാം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ആ പോഡിയത്തിൻ്റെ അവിടെ വരെ പോയിട്ട് ആ ക്ലൗഡ് സിറ്റിയുടെ ലൈറ്റൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബെല്ലൈക്കണല്ലേ, നമ്മുടെ ജെറിമോനോട് പോസ്റ്റ് ഇട്ടിരിക്കുന്ന കേട്ടോ, ആ ബെല്ലൈക്കണല്ലേ, അതുകൂടെ അങ്ങോട്ട് ഞെക്കി പൊട്ടിച്ച് കഴിഞ്ഞാണല്ലോ നല്ല പൊളി ഫുഡ് വീഡിയോസ്, നല്ല സൂപ്പർ ട്രാവൽ വീഡിയോസ്, പിന്നെ നല്ല ഒന്നാന്തരം വണ്ടികളുടെ വീഡിയോസ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇഷ്ടമുള്ളത് കണ്ടാൽ മതി. എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേരെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ മീ സൈനിങ് ഓഫ് ഫ്രം ക്ലൗഡ് സിറ്റി. നല്ല മഴയത്ത് നല്ല പൊളി ആംബിയൻസിൽ എല്ലാവർക്കും ബൈ ബൈ, മച്ച് ലവ്, പീസ്, താങ്ക് യു.